സന്ദീപ് ഇവിടെ നമ്മളൊരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് LDFിൻ്റെയും UDFിൻ്റെയും ഒക്കെ മികച്ച മുന്നേറ്റത്തിൽ നമുക്ക് ചരിത്രപരമായ മറ്റു ചില സവിശേഷതകൾ നമ്മൾ മുന്നിലാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സ് ഡെവല്യൂഷനെ പറ്റി വലിയ പ്രശ്നമുണ്ട്. അതിനുള്ള പ്രധാന തടസ്സം എന്താണ്? രാജ്യത്തിൻ്റെ ഒരു പ്രോഗ്രാം പോപ്പുലേഷൻ കൺട്രോൾ നമ്മൾ വളരെ എഫക്റ്റീവായി നടപ്പാക്കി, അതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ്. അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ ഈ പോപ്പുലേഷൻ കൺട്രോളിൽ പുതിയ മാനദണ്ഡം കൊണ്ടുവരണം, അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്താണ് അങ്ങനെ ഈ നമ്മുടെ കാലത്ത് പുതിയ കേരളത്തിന് ആവശ്യമായ ടാക്സ് ഡെവല്യൂഷൻ ചോദിക്കുമ്പോൾ അതൊരു തിരുത്തലോട് ഉണ്ടാവണം. ആ തിരുത്തലോട് ഉണ്ടാവുന്നില്ല. ആ തിരുത്തലോട് ഉണ്ടാവാതെ ഇനിയും ഈ പറഞ്ഞ പോപ്പുലേഷൻ കൺട്രോളിൽ കേരളവും UP ഒക്കെ മാനദണ്ഡപ്പെട്ടാൽ എല്ലാ കാലവും നമുക്ക് ഇതിന് പിന്നെയും കുറവേ കിട്ടുള്ളൂ. നമ്മൾ നേടിയ മുന്നേറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ സന്ദീപ്? ലക്ഷ്മി, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന മുമ്പ് ഇവിടെ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് മുഴുവൻ മലയാളികളും ഭീകരവാദികളാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിച്ച് പറയുന്നവരൊക്കെ ഭീകരവാദികളാണ് എന്ന രീതിയിൽ പറഞ്ഞു നിൽക്കാൻ മറ്റൊരു പോയിന്റും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പാകിസ്ഥാൻ സ്ഥാപകനെ പ്രകീർത്തിക്കുന്ന ആളും ഭീകരവാദിയാണോ? ഇനി ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ LK അദ്വാനി എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരു പക്ഷേ BJPയെ ഇന്ന് കാണുന്ന BJP ആക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള നേതാവ്, ആ നേതാവിൻ്റെ ജിന്ന അനുസ്മരണത്തെക്കുറിച്ച് ഇപ്പോൾ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്ക് വല്ല ധാരണയുണ്ടോ, ഗ്രാഹ്യമുണ്ടോ? അന്നുണ്ടായ രാഷ്ട്രീയ പുകിലുകൾ സംബന്ധിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ബോധ്യമുണ്ടോ? അപ്പം മുഹമ്മദ് അലി ജിന്നയെ ട്രൂ സെക്യുലർ എന്ന് പറഞ്ഞ് പ്രകീർത്തിച്ച ആളുടെ പേര് LK അദ്വാനി എന്നാണ്. ആ LK അദ്വാനിക്കെതിരെ അന്ന് BJP ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് BJPയുടെ ആന്തരികമായിട്ടുള്ള വിദ്വേഷത്തിന്റെ ഫലമാണെന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. ഇവിടെ LK അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ചു എന്ന കാരണം കൊണ്ട് മുഴുവൻ BJPയും പാകിസ്ഥാൻ അനുകൂലികളാണ്, ജിന്ന അനുകൂലികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ ദേശവിരുദ്ധമായ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM നേതാവിന്റെ പ്രസ്താവനയാണ്. എന്തിനാണ് മുഴുവൻ മലയാളികളെയും അതിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്? എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ ഇത് BJPയുടെ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതായത് പറഞ്ഞു നിൽക്കാൻ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വിദണ്ഡവാദം ഉന്നയിച്ചുകൊണ്ട് അതിൽ പിടിച്ച് കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, എത്രയോ മലയാളികൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടില്ലേ? അതിൽ ജാതിയും മതമൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇവിടെ രാജ്യത്തിന് വേണ്ടി തൂക്കിലേറിയവരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരില്ലേ? ക്രൈസ്തവരിൽപ്പെട്ടവർ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടില്ലേ? ഹിന്ദുക്കൾ കൊടുത്തിട്ടില്ലേ? മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ കൊടുത്തിട്ടില്ലേ? അപ്പൊ അതിന്റെയൊക്കെ പേരിൽ ചില ആളുകളെ മുഴുവൻ ഭീകരവാദികളായിട്ടും മലയാളികളെ മുഴുവൻ പാകിസ്ഥാൻകാരായിട്ടും ചില ചിത്രീകരിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ പോലും BJP നേതൃത്വം തയ്യാറാവുന്നില്ല. അതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം. ഇവിടെ ഹാഷ്മി ആവർത്തിച്ച് ചോദിച്ചു, ജയസൂര്യന്റെ പ്രസ്താവനയെ BJP തള്ളിപ്പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്ക് സാധിക്കുന്നില്ലല്ലോ. എന്താ പറയാൻ സാധിക്കാത്തത്? ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല എന്ന് എന്തേ അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ BJP കഴിയാത്തത്? അപ്പോൾ ജയസൂര്യൻ പറഞ്ഞത് BJP നിലപാടാണെന്ന് ഇവിടെ വന്നിരിക്കുന്ന BJPയുടെ പാനലിസ്റ്റും സമ്മതിക്കുകയാണ്. 1. 2, ശ്രീ സുരേഷ് ഗോപി നടത്തിയുള്ള പ്രസ്താവന, ഉന്നത കുലജാതൻ എന്ന പ്രസ്താവന നോക്കൂ, അത് BJP തന്നെ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാർ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ ഹിന്ദു യൂണിറ്റി എന്നൊക്കെ പറയുന്നത്, ഹിന്ദു ഐക്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ഥിരമായിട്ട് സംഘപരിവാർ പറയുന്ന കാര്യം എന്താണ്? ബ്രാഹ്മണ്യം ജന്മസിദ്ധമല്ല, കർമ്മസിദ്ധമാണ്. ആ ഒരു സിദ്ധാന്തം പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഉന്നത കുലജാതൻ എന്ന കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തോട് യോജിക്കാൻ സാധിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ ആ പരാമർശത്തെ തള്ളിപ്പറയണം, അതല്ലെങ്കിൽ ബ്രാഹ്മണ്യം ജന്മസിദ്ധമാണ്, കർമ്മസിദ്ധമല്ല എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ നിലപാട് ഏതാണ്? ആ നിലപാട് വ്യക്തമായി പറയാൻ സാധിക്കുമോ? അപ്പോൾ ഒരു നിലപാടുമില്ല, ഒന്നുമില്ല, വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇവിടെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ള ഉന്നത കുലജാതൻ എന്ന പരാമർശം എത്രമാത്രം ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ചില ആളുകൾ നമ്മുടെ രാജ്യത്ത് ഉന്നത കുലജാതരായി മാറുന്നത്? അങ്ങനെ ഏത് വ്യവസ്ഥിതിയാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്? എങ്ങനെയാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രിക്ക് പറയാൻ സാധിക്കുന്നത്? അത് പറഞ്ഞത് തെറ്റല്ലേ? ആ തെറ്റാണെന്ന് പറയാൻ എന്തേ BJPയിൽ ഒരാളില്ലാത്തത്? ഇനി കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സവർണ വിഭാഗങ്ങളിലുള്ളവർ, ഈ പറയുന്ന സോ കോൾഡ് ഉന്നത കുലജാതർ മന്ത്രിമാരാവട്ടെ എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം SC മോർച്ചയുടെ ST മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ട് ഈ പറയുന്ന സോ കോൾഡ് ഉന്നത കുലജാതരെ വെക്ക്, എന്നിട്ട് അതിനെ നന്നാക്കി കാണിക്ക്. അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ ഹാഷ്മി? അങ്ങനെ പറയുമ്പോൾ ഒരു അപകടം എന്താ? ഈ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോമ്പിറ്റന്റ് അല്ല എന്നൊരു പ്രശ്നം വരുന്നില്ലേ? അവരെക്കാൾ കോമ്പിറ്റന്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന ഉന്നത കുലജാതരാണ് എന്നൊരു വ്യാഖ്യാനം കൂടി ആ പറഞ്ഞതില്ലേ? നമുക്ക് എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ സാധിക്കുക? അപ്പം ഒന്നാമത് ഈ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ
BJPക്ക് അകത്ത് പോയി പെട്ടപ്പോഴാണ് ഇതുപോലെയുള്ള അങ്ങേയറ്റത്തെ ജാതി വിരുദ്ധ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ രാഷ്ട്രീയമായി നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്ത അങ്ങേയറ്റം വർണ്ണവെറിയുള്ള വംശീയ വെറിയുള്ള ഇത്തരം ജാതീയ വെറിയുള്ള പ്രസ്താവനകൾ വരുന്നത്. അത് BJPയുടെ ആന്തരികമായിട്ടുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിയതിനു ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം മലയാളികൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നു. ഇപ്പോഴും പുറത്തു വരുന്ന എന്താ? ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മലയാളികളൊക്കെ ഭീകരവാദികളാണ്, തെറ്റുകാരാണ്. എന്റെ നിസ്സാരമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള മലയാളികൾ മുഴുവൻ പാകിസ്ഥാൻകാരാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലികളാണ്, ഭീകരവാദികളാണ് എന്നൊരു തോന്നൽ BJPക്കാർക്കുണ്ടോ? ഇനി ഏതെങ്കിലും ഇവിടെ അജ്മൽ കസബിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ വായിച്ച വാർത്തയിൽ ഞാൻ കാണുന്നത് അജ്മൽ കസബിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഖത്തീബിനെ അവിടുത്തെ കമ്മിറ്റി തന്നെ, പള്ളി കമ്മിറ്റി തന്നെ പുറത്താക്കി. നടപടി ആരെടുക്കേണ്ടത്? നിയമപരമായ നടപടി എടുക്കേണ്ടത് നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള CPM ആണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ CJP എന്ന് വിളിക്കുന്ന ഈ പ്രസ്ഥാനമാണ്. ഒന്നുകിൽ നിങ്ങൾ കേന്ദ്രം നടപടിയെടുക്കണം അല്ലെങ്കിൽ കേരളം നടപടിയെടുക്കണം. നിങ്ങൾ ഇത് രണ്ടും ചെയ്യാതെ ഇവിടെ ചർച്ചയിൽ വന്നിരുന്ന ഇതാ അജ്മൽ കസബിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടന്നേ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഞാനിപ്പോഴും പറഞ്ഞു എന്റെ ചർച്ചയിൽ വന്നിരുന്നതാണ് അങ്ങേയറ്റം നിരുത്തരവാദപരമായ രീതിയിൽ കേരളം പാകിസ്ഥാനാണെന്ന് എന്ന പ്രസ്താവന BJPയുടെ സംസ്ഥാന നേതാവ് നടത്തിയത്. ഈ സമയം അത്രയും ഒരു തിരുത്തുണ്ടാവുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ്. അത് ആ സങ്കടം ഒരിക്കൽ കൂടി ആവശ്യമുള്ളൂ. ഞാൻ തിരികെ എത്താം.